ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ ഞാനിന്ന് യാത്ര ചെയ്തിരിക്കുന്നത് നമ്മുടെ NH 544 അപ്പോൾ എല്ലാവർക്കും നല്ല സുപരിചിതമായ നല്ലൊരു നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ടോളൊക്കെ കഴിഞ്ഞു നമ്മൾ മുമ്പോട്ട്. അപ്പോൾ നല്ല മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴേ തന്നെ നമ്മുടെ ഇന്ത്യക്കും അതുപോലെ നമ്മുടെ കേരളത്തിനൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പോയപ്പം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ കുതിരാൻ തുരങ്കം വരുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിട്ട് നമുക്കിത് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ആ തുരങ്കം പാത വന്നതോടുകൂടി നമ്മുടെ യാത്രയൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ 2016 നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ദക്ഷിണ ഇന്ത്യയും കേരളത്തിനും ഒരുപോലെ അഭിമാനകരമായ ഒരു തുരങ്കമാണ് നമ്മുടെ ഈ കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. 2 സ്ഥലത്തും കൂടെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്ന അതിമനോഹരമായ 3 വരി പാതയുള്ള ഒരു തുരങ്കമാണ് നമ്മുടെ ഈ കുതിരാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ഇതാണ് നമ്മുടെ എൻട്രി ആകുന്നത്. അപ്പം അതിമനോഹരമായ കാഴ്ചയാണ് ഇതിനകത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ ഒരു തുരങ്കപാതയും കൂടിയാണ് നമ്മുടെ ഈ കുതിരാൻ എന്ന് പറയുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ കുതിരാൻ തുരങ്കം വരുന്നത്. അപ്പോൾ ഈ ടണലിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്ററോളമാണ്. പിന്നെ ഇതിനകത്ത് 2 ടണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് വരുന്നതും ഏകദേശം 14 മീറ്റർ വീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നത്. നമുക്ക് ഇതിനകത്തുകൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ പ്രശ്നം അതുപോലെ ഇവിടെ അങ്ങനെ യാതൊരു വിധമാകുന്ന പ്രശ്നങ്ങളും വരത്തില്ല. പിന്നെ ഈ ഒരു ടണലിൽ നിന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടണലിലേക്ക് പോകാനായിട്ടുള്ള ഇടയ്ക്ക് പാസേജ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ട് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരിത് ക്രമീകരിച്ചെങ്കിൽ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്താണ് ഈ ടണൽ. അങ്ങനെ നമ്മൾ അങ്ങേ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഒരുപോലെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ ടണൽ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇതുവഴി നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ എപ്പോൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത്, കാരണം ഇവിടെ നല്ല ഹൈറ്റാണ് അങ്ങോട്ട്, അപ്പോൾ നല്ല കയറ്റവും അതുപോലെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെയാണ്. ഈ ലോഡ് വണ്ടികളൊക്കെ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റമായിരുന്നു, യാത്രയൊക്കെ വളരെ സുഗമമായി. അപ്പോൾ ആ വഴിക്ക് പഴയ റോഡിൽ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു ക്ഷേത്രമുണ്ട്. ഇനി കയറ്റം കയറി പോകും മലയുടെ മുകളിൽ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇപ്പോൾ ആ വഴി തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ആ ക്ഷേത്രത്തിന്. കഴിഞ്ഞ ദിവസം ഞാനൊരു TV-യിൽ ന്യൂസൊക്കെ കണ്ടിരുന്നു. ആ ക്ഷേത്രത്തിന് ഇപ്പോൾ അവസ്ഥയെക്കുറിച്ച് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതിൻ്റെ പഴയ വഴി ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരുവിധ കാരണവശാലും നമുക്ക് അതുവഴി പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ആകെ മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഹൈവേയിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പാലിയേക്കര നമ്മുടെ ടോളിലാണ്. ഇവിടെയും വൻ വിവാദമായ ടോളുകളൊക്കെയാണ്. പണ്ട് ഇവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്കുകൾ, ഇതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കുകളും വാഹനങ്ങൾ ഭയങ്കര കുരുക്കൊണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിനിപ്പോൾ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഫാസ്റ്റാഗും മറ്റ് എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇപ്പോഴും ട്രാഫിക്കിനൊരു ബ്ലോക്കും ഒരു കുറവുമില്ല. ഞങ്ങൾ കണ്ട് ഇപ്പോഴും ട്രാഫിക്കിൽ കിടക്കുകയാണ്. അപ്പം ഏകദേശം നമ്മുടെ മുമ്പിൽ കുറഞ്ഞ ഒരു 6-7 വണ്ടിക്ക് മേളിൽ ഇപ്പോൾ നമ്മളുടെ ഈ ലൈനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മളെത്ര അടിച്ചിട്ടും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഗുണ്ടായുസമാണ് ഇവിടെ കാണിക്കുക. കാരണം മിനിമം ഒരു 5 വണ്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴിയെ വണ്ടികളെ കടത്തി വിടണം എന്നുള്ളതാണ്. പക്ഷേ ഇവരങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടേൺ അങ്ങനെ അവസാനം നമ്മൾ എത്തി. അപ്പോൾ നമ്മുടെ ഫാസ്റ്റാഗ് റീഡായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ബാരിക്കേഡ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അപ്പുറം കടക്കാം. അവിടെ നിന്നും നമ്മുടെ യാത്രകൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 10-11 മണിയാവും. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല സുഖമായി ഉറങ്ങുക. അപ്പം നമുക്ക് അതിമനോഹരമായ മറ്റൊരു കാഴ്ചകളും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണും വരെ എല്ലാവരും നമ്മളോട് ബൈ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ.